കാട്ടാക്കട പെരുങ്കുളത്തൂരപ്പന് ആർക്കെയിൻ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഭക്തി പുരസ്സരം സമർപ്പിക്കുന്ന വലിയമ്പലത്തിന്റെ ശിലാസ്ഥാപനവും ധ്വജപ്രതിഷ്ഠയുടെ രണ്ടാം ഘട്ടമായ തൈലാദിവാസവും ഈ മാസം 29 നടക്കും. ക്ഷേത്രതന്ത്രി തിരുവല്ല കുഴിക്കാട്ടിലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രമേൽശാന്തി എസ് കൃഷ്ണൻ നമ്പൂതിരിയും സ്ഥപതി അഗ്നിശർമ്മൻ വാസുദേവൻ നമ്പൂതിരിപ്പാടും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പെരുങ്കുളത്തൂർ നാരായണീയ സമിതിയുടെ ഭക്തനിർഭരമായ നാമഭേരിയും സത്യനാരായണ മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളവും ഇതോടൊപ്പം നടക്കും. പെരുങ്കുളത്തൂർ അപ്പന് പ്രണാമം. നമ്മളെ അമ്പലത്തിൻ്റെ തൈലാദിവാസത്തിന് പ്രമാണിച്ച് രണ്ടാം ഘട്ടത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഇത് 29-ാം തീയതി കാലത്തെ 8 മണിക്കാണ് ചടങ്ങ് തുടങ്ങുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വലിയ അമ്പലത്തിൻ്റെ തറക്കല്ലും കൂടെ ഇടുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കൊടിമരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ പല അമ്പലങ്ങളിലും സാധാരണഗതിയിൽ കൊടിമരം സ്ഥാപിക്കുന്നത് കോൺക്രീറ്റിലാണ്. അതിന് പുറത്ത് ചെമ്പോല കൊണ്ട് പൊതിഞ്ഞ് അതിനെ ഉത്സവാദി കർമ്മങ്ങൾക്ക് കൊടി ഉയർത്താനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പെരുങ്കുളത്തൂർ അമ്പലത്തിലെ ഈ ധ്വജത്തിനുള്ള ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, താന്ത്രിക വിധിപ്രകാരം തന്ത്രശാസ്ത്രത്തിൽ എന്താണോ പ്രസ്താവിച്ചിട്ടുള്ളത് അതിനെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് പെരുങ്കുളത്തൂർ അമ്പലത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ഏകദേശം 1 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ തച്ചുശാസ്ത്രത്തിൻ്റെ കൊത്തുപണികളും അതിൻ്റെ അലങ്കാരപ്പണികളും അതുപോലെ താന്ത്രിക വിദ്യയുടെ ഭാഗത്തു നിന്നുള്ള താന്ത്രിക ക്രിയകളും കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പെരുങ്കുളത്തൂർ അമ്പലത്തിലെ കൊടിമരം സ്ഥാപിക്കുന്നത്. അത് കൊടിമരം സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ അനുചിതമായിരിക്കും. കാരണം പ്രതിഷ്ഠിക്കുകയാണ്. കേവലം ഒരു നിർജീവ വസ്തുവിനെ അവിടെ ഒരു സ്തംഭമായി നിർത്തുകയല്ല ചെയ്യുന്നത്. പകരം ജീവസ്സുള്ള ദേവതാ ചൈതന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മളവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അത് വളരെയധികം സാമ്പത്തിക ചെലവ് വരുന്നത്, ഒരുപാട് ആൾക്കാരുടെ അധ്വാനം വേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ ധ്വജം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എടുത്തു പറയേണ്ടതായിട്ട് വരും. ഇത് ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർക്ക്, ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക്, സമീപവാസികൾ, ദേശവാസികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഒരു മനുഷ്യായുസ്സിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം മാത്രം നമുക്ക് പങ്കുചേരാൻ, ഭാഗവാക്കാകാൻ അവസരം ലഭിക്കുന്ന ഒരു മുഹൂർത്തമാണ് 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ പെരുങ്കുളത്തൂർ ദേശത്ത് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും, എല്ലാ കൃഷ്ണഭക്തരെയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഭഗവാന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. അതിനുള്ള അവസരം എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. ഈ ബൃഹത്തായ ഈ പദ്ധതി ഈ സമയത്ത്, ഇതിൻ്റെ ഈ മുഹൂർത്തത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ സന്ദർഭത്തെ വളരെ മഹനീയമാക്കാൻ എത്തിച്ചേരുന്നത് നമ്മുടെ MLA ആയ ശ്രീ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവർകൾ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് IB സതീഷ് MLA, ദേവസ്വം പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർകൾ എന്നിവരാണ് ഈ സന്ദർഭത്തെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. ഈ തൈലാദിവാസത്തിൻ്റെ താന്ത്രിക കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്ര തന്ത്രിയായിട്ടുള്ള തിരുവല്ല കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയും, അതുപോലെ ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ശ്രീ S കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രസ്ഥപതി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരി പാടാണ്. ഇവരൊക്കെ ഈ സന്ദർഭത്തിലെ ഈ താന്ത്രിക കർമ്മങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ്. ആദ്യമായിട്ട് തന്നെ പെരുങ്കുളത്തൂരപ്പനെ സ്മരിക്കുന്നു. അതോടൊപ്പം എൻ്റെ പേര് അരവിന്ദ് എന്നാണ്, ഉപദേശക സമിതി സെക്രട്ടറിയാണ് നിലവിലെ. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആർക്കെയിൻ ഫൗണ്ടേഷൻ ട്രസ്റ്റ് തന്നെയാണ് അമ്പലത്തിലെ പുനരുദ്ധാരണം നടത്തി വരുന്നത്. ഇത്തവണയും നമ്മുടെ ഭഗവാന്റെ ധ്വജം ഉൾപ്പെടെ വലിയമ്പലം വരെ അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് തീർത്താ തീരാത്ത നാട്ടുകാർക്കും നമ്മുടെ ദേശത്തിനും തീർത്താ തീരാത്ത കടപ്പാടുണ്ട്.
അപ്പോൾ എല്ലാ നാട്ടുകാരും ഭക്തജനങ്ങൾ ഇതിനോടൊപ്പം സഹകരിച്ച് ഈ ഒരു മഹനീയ ചടങ്ങ് വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ചന്ദ്രപ്രഭ. ഞാൻ ക്ഷേത്ര ഉപദേശക സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. എന്ന നിലയിൽ ആണ് സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് എല്ലാ നാട്ടുകാരുടെയും സഹകരണവും ഇതിനോട് പ്രതീക്ഷിക്കുന്നു. എനിക്കൊരു നന്ദി വാക്ക് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അത് വേറെ ആർക്കുമല്ല, എൻ്റെ ബോസും ഹരീഷ്ണൻ നായർ സാറും അവരുടെ കുടുംബത്തിനും. അതായത് ദൈവം നിയോഗിച്ചതുപോലുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അദ്ദേഹം പലരുടെയും പഴികൾ കേട്ടിട്ടും അതൊന്നും നോക്കാതെ പുള്ളിയുടെ സ്വന്തം ഇഷ്ടത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പുള്ളി ആ അമ്പലത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ആരുടെ സഹായമോ ഒന്നും തേടാതെ നമ്മുടെ കൂടെ നിന്ന സഹപാഠികളെ ചേർത്ത് അദ്ദേഹം നല്ല രീതിയിൽ അവിടെ ആ അമ്പലത്തിന് നാട്ടുകാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. ദൂരെ നിന്ന് കൊടിമരങ്ങളും കൊണ്ടുവന്നു, എല്ലാം ചെയ്തു. എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് കൂടി ചേർന്ന്. കുടുംബത്തിന് ഞാൻ നന്ദി പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമില്ലായിരുന്നെങ്കിൽ, സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. അപ്പോൾ പുള്ളിയുടെ കുടുംബത്തിനും സാറിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ. ഇനിയും ഇങ്ങനെയുള്ള പല അമ്പലങ്ങളിലും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പുണ്യകാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ പുണ്യം കൊണ്ട് ഇവിടെ വന്ന് നമ്മളെ മെയിൻ കർമ്മമായിട്ടുള്ള തൈലാദിവാസി എണ്ണ കാച്ചിന പരിപാടി അദ്ദേഹം എല്ലാ മെയിൻ അമ്പലങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ തൈലാദിവാസത്തിൻ്റെ ഗുണത്തിനെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താ പറഞ്ഞാൽ തൈലം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയും. നമസ്കാരം. എൻ്റെ പേര് അരവിന്ദാക്ഷൻ എന്നാണ്. ഞാൻ തൈലം തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള ആളാണ്. തൈലാദിവാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമായിട്ടാണ് ക്ഷേത്രത്തെ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഗോപുരം കാൽപാദമായും ഈ നമ്മുടെ വലിയ വലിക്കല്ല് നാഭിയായിട്ടും അതുപോലെ ശ്രീകോവിൽ ഭഗവാന്റെ ഹൃദയസ്ഥാനവും അതുപോലെ കുംഭം ശിരസുമൊക്കെ ആയിട്ടാണ് ഒരു സങ്കല്പമുള്ളത്. അപ്പം ഈ ഒരു സങ്കല്പത്തിൽ നട്ടെല്ലിൻ്റെ സ്ഥാനമാണ് കൊടിമരത്തിനുള്ളത്. അപ്പോൾ ഈ 100-200 വർഷത്തോളം ഈ തേക്ക് വൃക്ഷത്താൽ നിർമ്മിക്കുന്ന ഈ കൊടിമരം, അതിനെ ചുറ്റിയാണല്ലോ നമ്മൾ സ്വർണ്ണപ്പറയോ അല്ലെങ്കിൽ ഓടിൻ്റെയോ വെള്ളിയുടെയൊക്കെ പറ ഇറക്കുന്നത്. അപ്പോൾ അകത്തെ ആ തേക്ക് മരത്തിന് 100-200-300 വർഷമൊക്കെ പഴക്കം നിൽക്കാൻ വേണ്ടി നമ്മൾ അതിനെ ബലപ്പെടുത്താൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ തൈലാദിവാസ ചടങ്ങെന്ന് പറയുന്നത്. ഇതിൽ 41ഓളം ആയുർവേദ മരുന്ന് ചേർത്ത് വളരെ ശുദ്ധമായ എള്ളെണ്ണ. അത് എടുത്തു പറയേണ്ടത്, ഞാനിവിടെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹരിസാറിൻ്റെ ആ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അദ്ദേഹം എള്ള് മേടിച്ച് ആട്ടി തൈലം എള്ളെണ്ണ ഒറിജിനൽ എള്ളെണ്ണയിലാണ് ഇപ്പോൾ ഈ തൈലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൈലത്തിൽ നമ്മൾ ഏതാനും മാസങ്ങൾ 9 മാസമൊക്കെ പറയും, പരമാവധി മാസങ്ങൾ അപ്പോൾ ഈ തയ്യാർ ചെയ്യുന്ന തൈലം നമ്മൾ തന്ത്രി അദ്ദേഹം കലശം പൂജ നടത്തി അതിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ച് മാസങ്ങളോളം അതിൽ കിടക്കുമ്പോൾ ഈ തടി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പണിയും തീർത്ത് ആശാരിമാർ ഉളി കുത്തി ചെയ്യുന്ന എല്ലാ പണിയും തീർത്തിട്ടാണ് ഇതിൽ ഇറക്കുന്നത്. പിന്നെ ഉളി ഇവത്തെ കയറിയല്ല, അത്ര കടുപ്പമായി തടിക്ക്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ കൊടിമരം 200-300 വർഷം യാതൊരു ലോപവും ഉണ്ടാകാതെ കേടുകൂടാതെ സ്ഥിതി ചെയ്യും. അതിനാണ് ഈ തൈലാദിവാസ ചടങ്ങ് ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇതൊരു ഔഷധ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നവർക്കും ഭാഗവാക്കാവുന്നവർക്കും ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളെല്ലാം ഭഗവാന്റെ കൃപയാൽ മാറിക്കിട്ടുമെന്നുള്ള ഒരു സങ്കല്പവും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. എന്താണേലും ഹരിസാറിൻ്റെ ഒരു വലിയ നിഷ്ഠയും ആ ഭക്തിയും കൊണ്ടാണ് ഇതുപോലെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ എള്ളെണ്ണ തന്നെ ഞാൻ അപൂർവം 1-2 സ്ഥലത്തേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരും ചെയ്യാറില്ല. എള്ള് മേടിച്ചാട്ടി ഇത്ര ശുദ്ധമായിട്ട് ഇത്രയും കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ പെരുങ്കുളത്തൂറപ്പൻ്റെ ആ തൈലാദിവാസത്തിന് പങ്കെടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം, അത് ചെയ്യാനുള്ള ഒരു അപൂർവ ഭാഗ്യം. ഞാൻ ആയിരക്കണക്കിന് പാട്ട് കാച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ സമയത്തും നമ്മൾ പ്രാർത്ഥിച്ചാണ് ഇത് ചെയ്യുന്നത്.